ഹലോ നമസ്കാരം. ഓണായിട്ട് 8/16 പണിയും കിട്ടിയിരിക്കുന്നു ഞാൻ കേട്ടാ. എന്റെ കാലുണ്ടല്ലോ, വലത്തേക്കാല് ഭയങ്കര വേദന, മടക്കാൻ കഴിയുന്നില്ല. എങ്ങനെ മുട്ട് മടക്കരുത് ആരുടെ മുന്നിലോ, എന്നാലും എനിക്ക് മടക്കാൻ കഴിയുന്നില്ല കേട്ടാ. പിന്നെ നാളെയും മറ്റന്നാളെല്ലാം പിന്നെ ഓണം ഉത്രാടം അല്ലല്ലേ, അന്നേരം പിന്നെ വലിയ വിഷമം വരും, കുട്ടിയൊക്കെല്ലാം വിഷമം വരും. പിന്നെ ചോറെല്ലാക്കി കൊടുക്കേണ്ടത്. അതുകൊണ്ട് ഒന്ന് ഡോക്ടറെ കാണിക്കാൻ വേണ്ടി പോയി. നല്ല വേദനയുണ്ട് കേട്ടാ. ഒരാഴ്ച പോലെ ചേട്ടാ എനിക്ക് തുടങ്ങി. അന്നേരം ഇവിടുന്ന് പറയുന്നുണ്ട് ഡോക്ടറെ അടുത്ത് ഓടുന്നത്. നമ്മളിതിന് പറഞ്ഞാൽ കേൾക്കൂലല്ലോ ആരും. ഇപ്പൊ നല്ല ബുദ്ധിമുട്ടുണ്ട്. രാവിലെ എണീക്കാനും വലിയ വിഷമം, എന്തോ നീർക്കെട്ട് പോലെയാണ് കാലിന്റെ മടക്കിന് മുട്ടിന്റെ ഭാഗത്ത്. അതുകൊണ്ട് പിന്നെ ഏതായാലും കൊണ്ട് കാണിച്ചൊക്കെ വിചാരിച്ചു. നാളെ മറ്റന്നാളെ നമുക്ക് അടിച്ചു പൊളിക്കണ്ടേ. അതുകൊണ്ട് ഇതാ ഈ ചുരിദാർ ഉണ്ട്. നിങ്ങൾ ആരെങ്കിലും ഇല്ലല്ലോ, ഇത് നൈറ്റി കൊണ്ട് അടിച്ചതാണ്, നൈറ്റി പീസ് കൊണ്ട് അടിച്ചൊരു ചുരിദാറാണ്. അതിന്റെ തന്നെ പെയിന്റ് വന്ന് ഒരു ഷാളും മേടിച്ചിട്ടു. അടുത്തെല്ലാം പോകുമ്പോൾ നമുക്കത് എടുക്കല. പിന്നെ ഗീതച്ചിരി ഓണക്കോടി കണ്ടിട്ടില്ല, ഞാൻ ഓണക്കോടി എടുത്തോട്ടാ. എല്ലാവർക്കും എടുത്തില്ല, എൻ്റെ ഇത് മാത്രമേ കാണിക്കുന്നത്. രണ്ടില്ലേ, 2 ചുരിദാറിന്റെ സെറ്റ് ഞാൻ എടുത്തില്ലേ. സെറ്റ് മുണ്ടിൽ ഇഷ്ടംപോലെ നമുക്ക് കിട്ടീനെ. അതുകൊണ്ട് ചുരിദാറിന്റെ സെറ്റ് ഉണ്ടല്ലേ. ഒന്ന് നല്ല പിന്നെ ഓറഞ്ചിൽ, എനിക്ക് ഇങ്ങനത്തെ കളർ ഇല്ല കേട്ടാ. ഇതാണ് ടോപ്പ്, ഇത് പാൻറ്, ഇത് ഷോള്. ഇങ്ങനത്തെ കളർ ഇല്ലാത്തതുകൊണ്ട് ഒരു കളർ ചേഞ്ച് ആണ്. ഇത് പിന്നെ ലേശം കുറച്ചുകൂടി നല്ലതാണ്. ഇങ്ങനെ പാർട്ടിക്കെല്ലാം പോകുമ്പോൾ എല്ലാം സെറ്റാണ് കേട്ടോ അടിക്കേണ്ടത്. എനിക്ക് ഈ വീട് ഇഷ്ടംപോലെ നമ്മൾ ഓൺലൈനിൽ ചുരിദാർ കൊടുക്കുന്നതാണ്, ഇഷ്ടംപോലെ ചുരിദാറുണ്ട്. പക്ഷെ എനിക്കതൊരു സെറ്റ് ആവുന്നില്ല. എനിക്ക് ഞാൻ തന്നെ തുണി മേടിച്ച് അടിച്ചാൽ എനിക്കൊരു തൃപ്തിയാവുമല്ലോ. എല്ലാവരും അടിച്ചു കൊടുത്തിട്ടോ, നാട്ടുകാരതെല്ലാം ഇനി അടിക്കാറുണ്ട്. ഇതുവരെ എൻ്റെതൊന്നും തൊട്ടില്ല. രാത്രിക്കാവുമ്പോൾ അടിക്കണം. എന്നാൽ പിന്നെ കിതച്ച് പോയിട്ട് വരാം. ഡോക്ടറെല്ലാം കണ്ടിട്ട് നാളെ ആ വിശേഷം പറയാം.